കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി വിശേഷം ഒരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ആ സമയത്ത് ഞാൻ ഇടൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷമാണ് നാളത്തെ വിശേഷം. അപ്പൊ അത് കാണുന്നവരെല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന എന്താന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ചന്ദ്രമതി മുറിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കരച്ചിലായിട്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കരയണേ? പിന്നെ കരയാതെ രവിയാണ് ഇത് വല്ലതും അറിയണോ? എനിക്ക് കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടോ? അത് നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ അപ്പോഴപ്പോഴ തന്നെയാ കൂലി കിട്ടുന്നത്. നീ കേട്ടിട്ടില്ലേ, പാടത്ത് പണി വരമ്പത്ത് കൂലിന്ന് എന്ന് പറഞ്ഞ പോലെ രേവതിക്കിട്ട് നീ ഒരു പണി കൊടുത്തു, നിനക്കിട്ട് അപ്പൊ തന്നെ അതിന്റെ കൂലിയും കിട്ടിയെന്ന് പറയാം. ഈ സമയത്ത് കലാപതി മുത്തശ്ശി പറഞ്ഞു, എന്നാലും ശരി തന്നെയാ, ഇവൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു രവി. ഒന്ന് ഓർത്തു നോക്കിയേ, ഇവളങ്ങ് മാനത്ത് പൊങ്ങി പറക്കുമല്ലായിരുന്നു. പതുക്കെ ഇവളങ്ങ് താഴേക്ക് വന്നു. അത് ദൈവമായിട്ട് ഇവളെ താഴെ ഇറക്കിയതാ. അമ്മേ, ഇങ്ങനത്തെ വർത്താനമൊക്കെയാണ് പറയുന്നത്. എനിക്ക് വേദനയാന്ന് മനസ്സിലായില്ലേ? വേദനയാന്ന് മനസ്സിലായി. അത് നിന്റെ കയ്യിലിരിപ്പല്ലേന്ന് ചോദിക്കാം. ഈ സമയത്ത് അങ്ങോട്ട് രേവതി വരുന്നുണ്ട്. രേവതി ഒരു പാത്രത്തിന് ചൂടുവെള്ളമൊക്കെ ആയിട്ടാ വരുന്നേ. കൊണ്ടുവന്ന് വെച്ചു. ഇതെന്താടി ഇത്? അമ്മ, ചൂടുവെള്ളം കാലിന് പിടിക്കാടോ. ഒരു കാര്യം ചെയ്യാം, നീ ആ വെള്ളം എടുത്തിട്ട് ഇപ്പുറത്തെ കാലും കൂടെ ഒഴിക്കും. അങ്ങനെ ആകുമ്പോൾ 2 കാലും ഞാൻ ബാൻഡേഡ് ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കുമല്ലോ എന്ന് പറയാം. കലാവതി മുത്തശ്ശി പറഞ്ഞു, നിനക്ക് എന്താ മോളെ, അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾക്ക് നല്ലത് ചെയ്താലും അവൾ ഇതുപോലെ ദോഷങ്ങളോ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ലത്. രവീന്ദ്രൻ പറഞ്ഞു, രേവതി ആയത് ഇതൊക്കെ കൊണ്ടെത്തുന്നു. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട കാര്യമില്ല നീ ചെയ്തു വെച്ചേ. അവളുടെ വീട്ടുകാർ ഇവിടെ വന്നെന്നും പറഞ്ഞോണ്ട്. അല്ല, അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇവള് കാരണം അങ്ങനെ സംഭവിച്ചേ. ഇവളും അവനും കൂടെ ചേർന്ന് വെള്ളം ഒഴിച്ചിട്ടോണ്ടാ ഞാനവിടെ തെന്നി വീണേന്ന് പറയാം. ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് വന്നു. ആണോ? ആണെങ്കിൽ കണക്കായിപ്പോയി. എന്തേ ഇപ്പൊ രേവതി, നിനക്ക് സമാധാനമല്ലോ. ഇവർക്ക് വേണ്ടിയാ രാവിലെ നീ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചേ. ക്ഷേത്രത്തിൽ പോയി ആര്? കലാവതി മുത്തശ്ശി ചോദിച്ചു. അമ്മേ, അല്ല അച്ഛമ്മേ, ഇവിടെ രാവിലെ ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ കാല് മേലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പൊ കണക്കിന് കിട്ടുകയും ചെയ്തു. ഒരു ഉപകാരം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഉപദ്രവം എന്ന് പറയുന്നത് എത്ര കറക്റ്റാ എന്റെ അച്ഛമ്മ എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരി തന്നെയാ. രേവതി മോളല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നു ഇപ്പൊ കാണായിരുന്നു ചന്ദ്രൻ, നിനക്കൊരു കണക്കിന് കിട്ടിയേനെന്ന് പറയാം. പിന്നെ എന്ത് പറഞ്ഞാലും രേവതി മോള്. ഈ സമയത്ത് സുധി അങ്ങോട്ട് വരുന്നേ. സുധിയുടെ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താടാ മോനെ ഇത്? അമ്മേ, ഇത് കുത്തി അമ്മയ്ക്ക് എണീറ്റ് നടക്കാനൊക്കെ പറ്റുന്ന. ഇത് കുത്തിയോ? ഇതിനെന്താ, എനിക്ക് എന്നാ വയസ്സും പ്രായമായോ? വയസ്സായ കാരണന്മാര് കുത്തി നടക്കുന്ന മൂന്നുപടിയായിട്ട് വന്നിരിക്കുന്നേ. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അമ്മയ്ക്ക് ചെറുപ്പമല്ലേ, അമ്മയ്ക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അമ്മയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. അല്ലേ, നിനക്ക് നാണമുണ്ടോ ഇതും കൊണ്ട് വരാനായിട്ടെന്ന് ചോദിക്കാം. ഈ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, അപ്പൊ ഇത് വാങ്ങിക്കാനല്ലേ ഇന്ന് പൈസ മേടിച്ചോണ്ട് രാവിലെ പോയതല്ലേന്ന് ചോദിക്കും. സച്ചിക്ക് അത് മതിയായിരുന്നു. നാണം ഉണ്ടോടാ? സ്വന്തം അമ്മയ്ക്ക് ഒരു വാക്കി സ്റ്റിക്ക് മേടിച്ചു കൊടുക്കാനുള്ള പണം പോലും നിന്റെ കയ്യിലില്ലേ? വലിയ ജോലിക്കാരനാണ് പോലും നടക്കണു. ഇപ്പൊ ആര് മേടിച്ചല്ല, അമ്മയുടെ ആവശ്യം നടന്ന പോലെ ശ്രീകാന്ത് പറയാം. കഷ്ടം തന്നെയെന്ന് സച്ചി പറയാം. അമ്മ ഇത് പിടിച്ചെന്ന് പറയണം. എനിക്കും വേണ്ടത്, ഞാൻ ഇതൊന്നും കുത്തി നടക്കില്ലെന്ന് പറയണം. അയ്യോ, അപ്പൊ പെട്ടുപോയല്ലോ. ഇനി ഇപ്പൊ അമ്മ ഈ സ്റ്റിക്ക് കുത്തി ഒരു 6 മാസം കിടക്കുന്ന കിടപ്പൊന്ന് ഓർത്തു നോക്കി. അപ്പൊ ഇനിയിപ്പൊ സുധയുടെ കല്യാണം മുടങ്ങൂല, കല്യാണം മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഇനി അമ്മ കേൾക്കുമ്പോ ഒരു സമയമാവുമല്ലോ, കല്യാണം മുടങ്ങുമെന്ന് പറയാം. ഇതേ സച്ചി, നീ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയാ. ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടനൊന്നും മിണ്ടായിരിക്കാൻ പറയണം. പിന്നല്ല ഞാൻ എന്ത് പറയണം? ഒന്ന് ഓർത്ത് വയ്ക്കേ. അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല, വേദനയല്ലേ എന്ന് പറഞ്ഞപ്പോ, എന്നൊരു കാര്യം ചെയ്യാം, എന്നാ പോയി ഇഞ്ചക്ഷൻ എടുത്താലോ അമ്മയെന്ന് രേവതി വയ്ക്കും. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എന്നിട്ട് വേണം അതിന്റെ വേദനയും കൂടെ ഞാൻ തിന്നാനായിട്ട്. ഒന്ന് പോകുന്നുണ്ട് എല്ലാരും കൂടെ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. രേവതിയോട് സച്ചി പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. രവീന്ദ്രൻ പറഞ്ഞു, കിട്ടിയല്ലോ, സമാധാനമല്ലോ, ഇനി നീ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. രവിയേട്ടാന്നൊന്നും വിളിക്കണ്ട, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ വേദന കുറയാൻ പോകുന്നില്ല, നിന്റെ കയ്യിരിപ്പും കൊണ്ടാ തന്നെ അങ്ങോട്ട് അനുഭവിച്ചാൽ പോയെന്ന് പറഞ്ഞ് രവീന്ദ്രനെ എഴുന്നേറ്റ് പോവുക. അങ്ങനെ രേവതി പോയി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കലാവതി മുത്തശ്ശി വന്നേ. മോളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അല്ല, എനിക്ക് അമ്മയുടെ വേദന ഉണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ വേദനയോ? അത് അവൾ വരുത്തി കൂട്ടി വെച്ചല്ലേ മോളെ. നിന്നെ എത്ര വേദനിപ്പിച്ചു, അതിനുള്ള ശിക്ഷയാന്ന് പറയാം. എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട്, നല്ല വേദനയുണ്ടെന്ന് പറയാണ്. അല്ല, അച്ചമ്മയ്ക്ക് കുറച്ച് നാട്ടുവൈദ്യമൊക്കെ അറിയാവുന്നതല്ലേ, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റില്ലേ? കാല് ഉളുക്കിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ മോളെ, പക്ഷെ ഇവിടെ പകുതി മരുന്നൊന്നും കിട്ടത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെയാണ് തൊടിയിലും പറമ്പിലും എല്ലാം കാണും ഇങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതന്നെയല്ല, അവൾക്ക് അതൊന്നും കൊണ്ട് കൊടുത്ത് അവൾക്കൊട്ട് ഇഷ്ടപ്പെടാനും പോകുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ഒരു പാഴ്വേല കാണിക്കണേ? ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നേ. അപ്പൊ സച്ചി ചോദിച്ചു, എന്ത് പറ്റി, കാര്യം എന്താന്ന് ചോദിക്കണം. രേവതി മോൾക്ക് ഭയങ്കര വിഷമം. അമ്മ അവിടെ കരയുന്ന കണ്ടിട്ട്, ഓ അതാണോ? അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഒരു വേവലാതി ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ അമ്മേനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതിലപ്പുറം അഭ്യാസം കാണിക്കുന്നവരാ.
അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പണിയുണ്ടോ നീ ചെയ്യാൻ നോക്ക്. നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പറയാം. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അച്ഛമ്മയോട് ചോദിക്കുമായിരുന്നു എന്തേലും പച്ചമരുന്നുകളൊക്കെ ഉണ്ടോന്ന്. പച്ചമരുന്നുകൾ കൊള്ളാം. അതെ സച്ചി, കുറച്ച് മരുന്നുകളൊക്കെ ഇവിടെ കിട്ടൂടാ. അങ്ങാടിക്കടലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ബാക്കി മരുന്നൊക്കെ തൊടിയെന്നൊക്കെ പറിക്കണം. ഒരു കാര്യം ചെയ്യാവോ? അത് വാങ്ങിച്ചോണ്ട് വരുന്നത് സച്ചിയോട് ചോദിക്കാം. സച്ചി ഇവിടെ ഞാനോ? അതെന്താ കുഴപ്പം? ഞാൻ വാങ്ങിക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വാങ്ങിച്ചോണ്ട് പോവാ. അമ്മയുടെ കരച്ചിൽ കൊണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ. അവസാനം സച്ചി സംഭവിച്ചു. കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോണ്ട് വരും. രേവതി പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല. തൊടിയെന്നൊക്കെ പറിച്ചോണ്ട് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. പിന്നീട് സച്ചി അങ്ങോട്ട് പോവാണ്. സമയത്ത് ചന്ദ്രമതി വേദന കൊണ്ട് ഇരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് ഇപ്പം സുതിയും രേവതിയല്ല ചന്ദ്രമതി, സുതി ചന്ദ്രമതി അടുത്തേക്ക് വരുവാണ്. ചന്ദ്രമതി അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ, കുറവുണ്ടോന്ന് ചോദിക്കാം. വേദനയാ മോനെ, എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ലെന്ന് പറയണം. അപ്പോഴാണ് രേവതി ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് വരുന്നത്. സുതി ചോദിച്ചു ഇതിനകത്ത് എന്താ? ഇത് ഗ്ലാസ്സിനകത്ത് എന്താന്നാ ചോദിച്ചേ. ഗ്ലാസ്സിനകത്ത് കഷായം എന്ന് പറയും. കഷായമോ? ഇതാർക്കാ? ഇത് അമ്മയ്ക്കാന്ന് പറയണം. കഷായം ഒന്നും വേണ്ട, അമ്മയ്ക്ക് കഷായം ഒന്നും വേണ്ടെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു ഇതാരുണ്ടാക്കിയതാ? ഞാൻ ഉണ്ടാക്കിയതമ്മ. നീ ഉണ്ടാക്കിയ കഷായം കൊള്ളാം. ഈ സമയത്ത് കലാവതി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു എന്താ അവൾ ഉണ്ടാക്കിയ കഷായം നിനക്ക് കുടിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു ഓ ഇനിയിപ്പൊ അശുദ്ധി ആവോന്ന് ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞു വേദന നിനക്കല്ലേ ചന്ദ്രമതി, നീ ഒരു കാര്യം ചെയ്യേ, അവൾ ഉണ്ടായിക്കൊണ്ട് അന്ന് കഷായം അമ്മ പറഞ്ഞു കൊടുത്താ നീ കുടിക്കാൻ പറയണം. പിന്നെ എനിക്കും വേണ്ടാന്ന് പറയണം. അങ്ങനെ പറയരുത്. കുടിക്കുവാണെങ്കിൽ നിന്റെ വേദന കുറയും. നാളെ നിനക്ക് ഇതിലൂടെ ഓടിച്ചാടി നടക്കാന്ന് പറയാ. സച്ചി പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? കല്യാണം അങ്ങ് മുടങ്ങും. കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്തൊരു വിഷമമായി. ഈ സമയത്ത് കലാവതി മുത്തശ്ശി പറഞ്ഞു നീ എന്താ ചന്ദ്ര ഇങ്ങനെ മുടങ്ങുന്നേ? ഇല്ലാത്ത മരുന്ന് സച്ചി ഇപ്പൊ എവിടെയൊക്കെ പോയി മേടിച്ചോണ്ട് വന്നെന്നറിയാവോ? കിട്ടാത്തും പറമ്പിന്ന് പറിച്ച് എല്ലാം കൂടെ ആയിട്ട്. നിനക്ക് ചിലപ്പോ അവനെ കാണാൻ കണ്ണില്ലായിരിക്കും. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ അമ്മയാന്നുള്ള നല്ല ബോധ്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടെ. നീ കുടിക്കാൻ പറയണം. പക്ഷെ ചന്ദ്രമതി കുടിച്ചില്ല. അവസാനം സച്ചി പറഞ്ഞു പിടിക്കാച്ചാന്ന് പറയണം. ചന്ദ്രമതി രവീന്ദ്രനും കൂടി രണ്ടുപേരും കയ്യെ പിടിക്കുവാണ്. അവസാനം രേവതി അങ്ങനെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോ എന്തൊരു കയ്പ, ഇത് എന്ത് സാധനം കലക്കി തന്നേന്ന് ചോദിക്കുക. സച്ചി നല്ല പവർ കൂടിയ ആയുർവേദം മരുന്ന. ഇത് കഴിച്ചാൽ ഇനി 6 മാസത്തിന് കിടപ്പ് തന്നെ എഴുന്നേക്കില്ലെന്ന് പറയാ. ഞാനാ? പിന്നെ ആരും ഞങ്ങളാണ് കിടക്കണേ? ദൈവമേ ചതിച്ചല്ലോ ഭഗവാനെ. അപ്പൊ ഇത് മരുന്നാണ് കലക്കി തന്നെ. ഇനിയിപ്പൊ കല്യാണം മുടങ്ങും. 1 വർഷത്തിനുള്ളിൽ അവള് ചിലപ്പോ വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നോക്കാന്ന് പറയണം. ശ്രുതി പറഞ്ഞ എടാ ചതിയാ, നീ ചതിയാ ചെയ്തല്ലേന്ന് ചോദിക്കും. പിന്നെ നിന്നോട് ചതി ചെയ്യാതെ ഞാൻ ഇരിക്കുമോന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു എന്റെ ജീവിതം പോയതെന്ന് പറഞ്ഞ അലരം നിലവിളിച്ചപ്പം കലാവതി മുത്തശ്ശി പറഞ്ഞു നിനക്ക് നാണമില്ലേ ചന്ദ്രേ? ഇവൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു വെച്ചാൽ അതൊക്കെ വിശ്വസിക്കാനായിട്ട്. സ്വന്തം മകനെ പോലും വിശ്വാസമില്ലാത്ത നിന്നെ പോലെ ഒത്തിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് കലാവതി മുത്തശ്ശി അവിടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഇറങ്ങുക. മീരച്ച് നീ എന്താ നേരത്തെ? ഇന്ന് കുറച്ച് വർക്ക് കൂടാനുണ്ടെന്ന് പറയാണ്. ഈ സമയം ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ആ ഫ്രോഡാ വിളിക്കുന്നത്. ആ മാഡത്തിന്റെ പിയെ. ഈയൻ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്ന പോലും? കോൾ എടുത്ത് ശ്രുതി ചോദിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരെ, ഇനി നിനക്ക് വേണോ? നിനക്ക് നാണമുണ്ട് പിന്നെ നീ എന്റെ ഫോണിലേക്ക് വിളിക്കുമോന്ന് ചോദിക്കുക. പെട്ടെന്ന് അയാൾ നാണമില്ല അതുകൊണ്ടല്ലേ വിളിച്ച. ആഹാ അങ്ങനെയാണോ? അന്ന് നിനക്കിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. നിനക്ക് പഴയതൊക്കെ മറന്നുപോയി കാണുമല്ലേന്ന് ചോദിക്കണം. പഴയതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ എന്റെ കല്യാണി മോളെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ശ്രുതി ഞെട്ടി. കല്യാണി എന്നുള്ള പേരാ അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാ. നിങ്ങൾ എന്താ വിളിച്ചേ? കല്യാണി മോളേന്ന്. എന്താ മനസ്സിലായില്ലേ? നിന്റെ പേര് ശ്രുതിയല്ല കല്യാണിയാന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞാണ് നിനക്കൊരു കുഞ്ഞുണ്ട്, നിന്റെ ഭർത്താവ് മരിച്ചു പോയതാന്നുള്ള കാര്യം അറിയാം. ഇത് കേട്ടതും ശ്രുതി ഞെട്ടി. നീ എന്തൊക്കെയാ പറയണേ? സംശയമുണ്ടോ? അന്ന് ഇപ്പൊ വീഡിയോ കോൾ വിളിക്കാൻ കാണിച്ചു തരാന്ന് വേണ്ട. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അയാള്. ശ്രുതി ഞെട്ടിത്തെരിച്ചു. ഇപ്പൊ മനസ്സിലായല്ലോ? ദൈവത്തെ ഓർത്ത് എന്നെ ജീവൻ നശിപ്പിക്കണമെന്ന്. ജീവൻ നശിപ്പിക്കില്ല, എന്റെ കല്യാണമുള്ള. നീ കല്യാണം കഴിച്ചോ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ വേണം. പറഞ്ഞു കേട്ടല്ലോ? അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നെന്ന് പറയാ. ഇത് കേട്ടത് മീരയ്ക്ക് ദേഷ്യം വന്നു. നീ എന്താടാ പറഞ്ഞേ? ഇവളെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചേ? എടാ നിന്നെ വന്നിട്ടുണ്ടോ നിന്നെ ശരിയാക്കാൻ ഞാൻ വെട്ടിക്കേറി കൊല്ലുമെന്ന് പറയണം. എന്നാ വാടി ഇങ്ങോട്ട്. ഓ കൂട്ടുകാരി ആയിരിക്കൂല്ലേ? കൂട്ടുകാരുടെ അടങ്ങിയിരിക്കാൻ പറ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു മീര നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. ഞാൻ പറയുന്നിടത്ത് വരണം. ഇന്ന് ഹോട്ടൽ ഹില്ലിവേലി വരണം. അതും 8ാമത്തെ നമ്പർ റൂമിൽ ഒരു 5 മണിയാകുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് വരും. ആ സമയത്ത് നീ എവിടെ കാണണമെന്ന് പറയണം. പിന്നെ എന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും ശല്യത്തിന് ചെയ്യാൻ പുറകെ വരുമല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇവൻ തന്നെ പൂട്ടാനുള്ള വഴിയാന്നുള്ള കാര്യം. ശ്രുതി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയം മീര ചോദിച്ചു നീ എന്ത് ചെയ്യാൻ പോവാ? അയാളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുവാണെന്ന് ചോദിക്കുവാണ്. ഇതിന് മറുപടി പറയണം നടത്തില്ല. ശ്രുതി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ട ഇനിയിപ്പൊ ശ്രുതി പോകുവോ? പിന്നീട് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ അയാളെ പഞ്ഞിക്കിടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങൾ ഇനി വരാൻ പോകുന്നത്.
ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.